മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഇ.ഡി. അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച വാർത്തകൾ മുൻ പേജിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ നിരത്തുന്ന മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റൊരു ഇ.ഡിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിന്റെ, അതും കേരളത്തിലെ ഒരു ലീഗ് നേതാവ് പ്രതിയായ, ഇപ്പോൾ ഇ.ഡിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു തട്ടിപ്പ് കേസിന്റെ വാർത്ത കൃത്യമായി മുക്കുകയുണ്ടായി. മനോരമ പത്രം ഇന്നതിന്റെ 6-ാം പേജിലാണ് ഇ.ഡിയുമായി ബന്ധപ്പെട്ട ഈ നിർണായക വാർത്ത ഒരു കോളത്തിൽ മാത്രമായി നൽകിയിരിക്കുന്നത്. ഈ വാർത്ത ഈ വളരെ വിവാദമായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ നിരവധി മനുഷ്യരുടെ 130ഓളം കോടി രൂപ നഷ്ടമാക്കിയ ലീഗ് നേതാവ് മുൻ മഞ്ചേശ്വരം MLA-യുമായ MC കമറുദ്ദീൻ പ്രതിയായ ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഫാഷൻ ഗോൾഡ് ജ്വല്ലറി എന്ന പേരിൽ ചെറുവത്തൂരിൽ ആദ്യം 2013 ആരംഭിച്ച ജ്വല്ലറിയുടെ ഭാഗമായി നിരവധി ശാഖകൾ തുറക്കുകയും വലിയ തോതിൽ നിക്ഷേപം സ്വീകരിക്കാൻ യാതൊരു അനുവാദവും ഇല്ലെന്നിരിക്കെ നിക്ഷേപം വലിയ തോതിൽ സാധാരണക്കാരിൽ നിന്നടക്കം സ്വീകരിച്ച 130ഓളം കോടി തട്ടിച്ചു എന്ന പേരിൽ കേരള പോലീസ് 168ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു സംഭവമാണ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ്. അതിലെ മുഖ്യ പ്രതികളായ 2 ലീഗ് നേതാക്കളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യത്തെ ആൾ ലീഗിന്റെ മഞ്ചേശ്വരം മുൻ MLA-യും മുൻ ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ MC കമറുദ്ദീനാണ്. മറ്റൊരാൾ പൂക്കോയ തങ്ങൾ. ഇരുവരുടെയും 19.6 കോടി രൂപയുടെ സ്വത്തുക്കൾ ഓഗസ്റ്റിൽ ഇ.ഡി കണ്ടുകെട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റും ഇരുവരെ കസ്റ്റഡിയിലും വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കൂടുതൽ തെളിവ് ശേഖരണത്തിന് ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന ഇ.ഡിയുടെ ആവശ്യം അംഗീകരിച്ച് ഇവരെ ഇ.ഡിയുടെ കസ്റ്റഡിയിൽ വിടുന്നത്. 2013 ചെറുവത്തൂരിൽ ആദ്യമായി ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ ഒരു ശാഖ തുറക്കുന്നത്. അന്ന് MC കമറുദ്ദീൻ ആയിരുന്നു അതിന്റെ എല്ലാ നേതൃത്വവും വഹിച്ചത്. MC കമറുദ്ദീൻ അന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്ന കാര്യവും മറക്കാൻ പാടില്ല. ഈ അവസരത്തിൽ 130 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്ര മൗനം പുലർത്തുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇ.ഡിയുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത പുറത്തു വന്നാലും പ്രതിസ്ഥാനത്ത് CPM-കാരോ ഇടതുമുന്നണിക്കാരോ ആണെങ്കിൽ അമിതാവേശത്തോടെ വാർത്തകൾ നൽകുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നിനെ പോലും ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടില്ല എന്ന് മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകൻ പോലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട്, സാദിഖ് അലി തങ്ങളോടോ കുഞ്ഞാലിക്കുട്ടിയോടോ ഈ ലീഗ് നേതാവിനെ ലീഗിൽ നിന്നും പുറത്താക്കുമോ, നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും രംഗത്ത് കണ്ടിട്ടില്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു ശൈലി എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ഇ.ഡി കേസുകളിൽ CPM നേതാക്കൾ പ്രതിയാക്കപ്പെടുകയോ ആരോപണ വിധേയരാക്കപ്പെടുകയോ ചെയ്താൽ അപ്പോൾ ഇ.ഡിയുടെ നിറം പിടിപ്പിച്ച കഥകൾ ഞങ്ങൾ വെണ്ടയ്ക്ക വലിപ്പത്തിൽ മാധ്യമങ്ങളിൽ നൽകും. അതേസമയം ലീഗ് നേതാക്കളോ കെ ബാബുവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളോ ഇ.ഡി കേസിൽ പെട്ടാൽ ആ വാർത്തകൾ ഞങ്ങൾ മുക്കും എന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും വ്യക്തമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മനോരമ 6-ാം പേജിൽ നൽകിയ ഈ വാർത്ത വ്യക്തമാക്കുന്നത് കേരളത്തിലെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ UDF പ്രീണന നയം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. you